മതം, ബഹുസ്വരത, ദേശസ്നേഹം ഈ ബൗദ്ധിക സംവാദത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ ആദരണീയനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ നമ്മെ അഭിമുഖീകരിക്കുന്നു. വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ISM കേരള മൂച്ചാരി സെൻറ്റർ ആലപ്പുഴയിൽ EMS സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ മഹത്തായിട്ടുള്ള ഖുർആൻ പഠന സംഗമ ക്ലാസ് രണ്ടാം ദിവസമായ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മതം, ബഹുസ്വരത, ദേശസ്നേഹം എന്നീ വിഷയങ്ങളെപ്പറ്റി ഒരു ചർച്ചയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരാമെന്നാണ് കരുതിയതെങ്കിലും ചില ഔദ്യോഗികമായ കാരണങ്ങളാൽ എത്താൻ കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട ഭാരവാഹികളുമായി ആലോചിച്ചാണ് ഈ സമയം കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ ഈ വിഷയത്തെപ്പറ്റി ആമുഖ ഭാഷണം നടത്തിയ ശ്രീ ഷരീഫ് മേലേതിൽ, ബഹുമാനായ അധ്യക്ഷൻ നൂർ മുഹമ്മദ് നൂർ ഷാ, മോഡറേറ്റർ ഡോക്ടർ സുൽഫിഖർ അലി, ബഹുമാനായ TP അബ്ദുൽ കോയ മദനി, KNM പ്രസിഡന്റ്, ഡോക്ടർ AI അബ്ദുൽ മജീദ് സലാഹി, DK സക്കരിയ സലാഹി, N കുഞ്ഞപ്പ മാസ്റ്റർ, സക്കീർ വല്ലത്തെ, മറ്റ് ഭാരവാഹികൾ, പ്രിയമുള്ളത്, ആമുഖ പ്രഭാഷണത്തിൽ ശ്രീ ഷരീഫ് മേലതിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല മതങ്ങൾ, പല രാജ്യങ്ങൾ നിലവിലുള്ള ഒരു ലോകത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ബഹുസ്വരതയാണ് പ്രപഞ്ചത്തിൻ്റെ സവിശേഷമായ ഒരു പ്രത്യേകത. പക്ഷേ ആ ബഹുസ്വരതയ്ക്കുള്ളിൽ അതിനൊരു കേന്ദ്ര ബിന്ദുവുണ്ട്. എല്ലാ ചലനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു കേന്ദ്ര ബിന്ദുവുണ്ട്. കേന്ദ്ര ബിന്ദു മാത്രമല്ല, ബഹുസ്വരതയും. ഈ പ്രപഞ്ച സത്യം അംഗീകരിക്കാത്ത ഒരാൾക്കും പ്രപഞ്ചത്തിലുള്ള ഒരു പ്രതിഭാസത്തെയും ശരിയായി വിശകലനം ചെയ്യാൻ കഴിയില്ല. ഏകപക്ഷീയമായി, വിഭാഗീയമായി, ദുരുദ്ദേശപരമായി, സ്വേച്ഛാധിപത്യപരമായി, അമിതാധികാരപരമായി, തികച്ചും ആത്മനിഷ്ഠമായി പ്രപഞ്ച പ്രതിഭാസങ്ങളെ വിശദീകരിക്കാനോ വിശകലനം ചെയ്യാനോ ശ്രമിക്കുന്നവർ തെറ്റായ നിഗമനങ്ങളിലെത്തുകയും തെറ്റായ നിഗമനങ്ങൾ ശരിയാണ് എന്ന ധാരണയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ആയിരക്കണക്കിന് വർഷങ്ങളായി സംഭവിച്ചിട്ടുണ്ട്. ഒരു ശക്തി അല്ലെങ്കിൽ മറ്റൊരു ശക്തി പ്രപഞ്ചത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ഇന്നും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ആമുഖ പ്രഭാഷകൻ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, തങ്ങൾ മാത്രമാണ് ശരി, എല്ലാവരും തങ്ങളെപ്പോലെ ആയിരിക്കണം എന്ന അഭിപ്രായം പ്രചരിപ്പിക്കപ്പെടുകയും അധികാരസ്ഥാനങ്ങളിലെത്തിയാൽ ആ സ്ഥാനത്തിരുന്നുകൊണ്ട് അധികാരം കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ പ്രചരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അത് ബഹുസ്വരതയുമായുള്ള സംഘർഷത്തിനാണ് വഴിവെക്കുന്നത്. അത് ന്യായമായും ഏറ്റുമുട്ടലിലേക്ക് വഴിവെക്കും. കാരണം ഏകപക്ഷീയതയെ സ്വീകരിക്കുവാൻ ബഹുസ്വരതയ്ക്ക് സാധ്യമല്ല. ഏകപക്ഷീയതയുടെ എതിർവശത്താണ് എപ്പോഴും ബഹുസ്വരത നിലകൊള്ളുന്നത്.
ലോകത്ത് എത്രയോ രാജ്യങ്ങളുണ്ട്. ഓരോ രാജ്യങ്ങളിലും എത്രയോ സംസ്ഥാനങ്ങൾ, എത്രയോ ജില്ലകൾ, എത്രയോ പ്രദേശങ്ങൾ, വൈവിധ്യമാർന്ന പ്രദേശം ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ. പ്രകൃതിയിൽ എന്തെല്ലാം വൈജാത്യങ്ങളാണുള്ളത്. അത് വൈജാത്യത്താൽ സമ്പന്നമാണ്, ബഹുസ്വരതയാൽ സമ്പന്നമാണ് നമ്മുടെ ഈ പ്രപഞ്ചം. മനുഷ്യൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്നതും സവിശേഷമായ ശാസ്ത്ര സംവിധാനങ്ങൾ കൊണ്ട് കാണാവുന്നതും കഴിഞ്ഞാലും ഇതുവരെ കാണാൻ കഴിയാത്ത ധാരാളം സത്യങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. എത്രയോ ഗോളങ്ങളെ ഇതുവരെ കണ്ടിട്ടില്ല. നാം കാണുന്ന ഏറ്റവും വലിയ ഗോളം സൂര്യനാണ് നാം കാണുന്നത്. പക്ഷേ സൂര്യനേക്കാൾ വലിപ്പമുള്ള എത്രയോ ഗോളങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ കാണാൻ കഴിയില്ല. കാണണമെങ്കിൽ അതിൻ്റെ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് വരണം. 1000 കോടി പ്രകാശ വർഷങ്ങൾ സഞ്ചരിച്ചാലും ഭൂമിയിലെത്താത്ത അത്ര അകലത്തിൽ കഴിയുന്ന പ്രപഞ്ച സംവിധാനങ്ങളുണ്ടെന്നാണ് ശാസ്ത്രം അനുമാനിക്കുന്നത്. അതുകൊണ്ട് കാണുന്നതെല്ലാം സത്യമാണെങ്കിലും കാണാത്ത സത്യങ്ങളുമുണ്ട് എന്ന യാഥാർത്ഥ്യം കാർൽ മാർക്സ് അടക്കമുള്ള ചിന്തകന്മാരും അംഗീകരിച്ചിട്ടുള്ളത്. പക്ഷെ കാണുന്നതെല്ലാം സത്യം തന്നെയാണ്. കാണുന്നതിനെ നിഷേധിച്ചുകൊണ്ട് കാണാത്തതിനെ പറ്റി മാത്രം പറയുന്നത് കപട വേദാന്തികളുടെ വെറും തട്ടിപ്പ് മാത്രമാണ്. ഇവിടെയാണ് മഹാനായ നബി തിരുമേനിയുടെ മാഹാത്മ്യം. അദ്ദേഹം മനുഷ്യ ജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു. അത് കാണുന്നതാണ്. കാണുന്ന എല്ലാ പ്രപഞ്ച പ്രതിഭാസത്തിനും പ്രാധാന്യം കൊടുത്തു. മനുഷ്യരെങ്ങനെയാണ് നല്ലവരായി ജീവിക്കേണ്ടതെന്ന് അദ്ദേഹം നിരന്തരം ഉദ്ബോധിപ്പിച്ചു. മഹത്തായ ഖുർആൻ അത്തരം വിശദീകരണങ്ങളാലും ഉപദേശങ്ങളാലും സ്തോത്രങ്ങളാലും സമ്പന്നമായിരിക്കുകയാണ്. അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. സവിശേഷതയുള്ള ധാരാളം സാഹിത്യങ്ങൾ ലോകത്തുണ്ടില്ലെന്ന് പറയാൻ പറ്റും. പക്ഷേ ഖുർആന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. അത് മറ്റൊന്നിന് പകരമല്ല എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതിൽ പറയാത്ത കാര്യങ്ങളൊന്നുമില്ല. പറയാത്ത കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ കരുതുന്നതും അതിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര പറഞ്ഞാലും മതിയാവുകയില്ല, എത്ര പറഞ്ഞാലും തീരുകയില്ല. അത് ഭൂതകാലത്തിൻ്റെയും വർത്തമാനത്തിൻ്റെയും ഭാവിയുടെയും സിദ്ധാന്തവും സന്ദേശങ്ങളും ഗുരുവചനങ്ങളുമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഖുർആനെ പറ്റിയുള്ള പഠനം ഇവിടെ ISM സംഘടിപ്പിക്കുന്ന കലാകാലങ്ങൾ ഇതുപോലുള്ള മഹത്തായ വിശാലമായ സംസ്ഥാന വ്യാപകമായ ഇതിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികളാലും പണ്ഡിതന്മാരിലും സമ്പന്നമായ ഈ പഠനവേദി മാനവരാശിയുടെ ശുദ്ധീകരണത്തിൽ ഒരു വലിയ സംഭാവനയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. രാജ്യത്തിൻ്റെ ചിത്രവും പ്രപഞ്ച വൈജാത്യം പോലെ തന്നെയാണ്. ഇന്ത്യ ഒന്നാണ്. നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. നമുക്കതിലെല്ലാം അഭിമാനമുണ്ട്. ഇന്ത്യക്കാരെന്നുള്ള തരത്തിൽ നമ്മുടെ രക്തം പരിശോധിക്കാൻ ഒരാൾക്കും അവകാശമില്ല. ആ പരിശോധിക്കുന്നവരുടെ രക്തം മലീമസമാണ്. അത് ശരിയായ മനുഷ്യൻ്റെ ചേരുവയുള്ള രക്തമല്ല എന്നുള്ള യാഥാർത്ഥ്യം. മനുഷ്യരെപ്പോലെ ഇരിക്കുമെങ്കിലും, മനുഷ്യരെപ്പോലെ സംസാരിക്കുമെങ്കിലും, മനുഷ്യരെപ്പോലെ ജീവിക്കുന്നുണ്ടെങ്കിലും മനുഷ്യരിൽ നിന്നും അകന്ന മൃഗീയമായിട്ടുള്ളൊരു സ്വഭാവം അവിടെ രക്തത്തിലുണ്ട്. അതാണ് വർഗീയത എന്ന് പറയുന്നത്. വർഗീയത മനുഷ്യരക്തത്തിലുള്ളതല്ല. അത് ഭീഭത്സമായ മൃഗീയമായ കാടത്തത്തിൻ്റേതായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ രക്തമാണ്. വർഗീയവാദികൾ ലോകത്തെവിടെ അപകടകാരികളാണ്. അവർ സഞ്ചരിക്കുന്ന ആറ്റം ബോംബുകളാണ്. അവർ പൊട്ടിത്തെറിച്ച് മറ്റുള്ളവരെ കൊല്ലുകയും സ്വയം നശിക്കുകയും ചെയ്യുക. അധികാരത്തിലിരുന്നു കൊണ്ട് ആക്രോശിക്കുന്നവരെ സൂക്ഷിക്കണം.
അധികാരത്തിലിരുന്ന് ആക്രോശിക്കുന്നവർക്ക് മനുഷ്യ സൗന്ദര്യത്തെ പറ്റിയുള്ള സങ്കല്പമില്ലാത്തവരാണ്. അധികാരി ആരോടാണ് ആക്രോശിക്കുന്നത്? എതിരാളിയോടായിരിക്കണമല്ലോ. ആരാണ് എതിരാളി? എതിരാളി ഈ നാട്ടിലെ ജനങ്ങൾ തന്നെയാണ്. നാട്ടിലെ ജനങ്ങളോട് അധികാരപീഠത്തിൽ നിന്നുകൊണ്ട് ധിക്കാരപൂർവ്വം ആക്രോശിക്കുന്നവർക്ക് ആ അധികാരി ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെ പൊതുവികാരം മനസ്സിലായിട്ടില്ല. അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതൊരു നാട്യമായി നിൽക്കുന്നതല്ല. അഭിനയിക്കുന്നതുകൊണ്ട് പ്രശ്നമാണ്. എത്ര കാലം അഭിനയിക്കും? അധികം കാലം അഭിനയിക്കാൻ കഴിയില്ല. കാരണം തൊലി അല്പം മാറ്റിയാൽ അവിടെ അസ്ഥി കാണാം. ദർ ഇസ് എ സ്കൾ ബെനീത്ത് ദ സ്കിൻ എന്ന് ഫ്രോയിഡ് വെറുതെ പറഞ്ഞാൽ. തൊലി മാറ്റിയാൽ അസ്ഥി കാണാം. എല്ലാവരുടെയും അസ്ഥി കാണാം. തീർച്ചയായിട്ടും നെഹ്റു പറഞ്ഞത് എഴുതിയതുമാണ് ശരി. ഇന്നത്തെ ഇന്ത്യൻ പൊളിറ്റിയിൽ, ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്ര വ്യവസ്ഥയിൽ വൈജാത്യമാർന്ന പ്രദേശങ്ങളാലും ചിന്തകളാലും രാഷ്ട്രീയ തത്വശാസ്ത്രങ്ങളാലും ഭാഷകളാലും ആചാരങ്ങളാലും അനുഷ്ഠാനങ്ങളാലും മതങ്ങളാലും സസ്യ ഫല മൃഗാദികളാലും എല്ലാം സമ്പന്നമായ ഇന്ത്യയെപ്പറ്റി നെഹ്റു പറഞ്ഞതാണ് ശരി. അത് എഴുതിയതാണ് ശരി. നാനാത്വത്തിലെ ഏകത്വം, അതാണ് ഭാരതം, അതാണ് നമ്മുടെ നിലനിൽപ്പ്. ദ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. യൂണിറ്റി മാത്രം കണ്ട ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ച എല്ലാവർക്കും അറിയാം. ഡൈവേഴ്സിറ്റി അവർ കണക്കിലെടുത്തില്ല. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ വിശ്വപ്രസിദ്ധമായ നെഹ്റുവിൻ്റെ മകൾ ഇന്നലെക്കയച്ച കത്തുകൾ, ആ കത്തുകളിലെല്ലാം അദ്ദേഹം സംസാരിച്ച ജനാധിപത്യത്തെ പറ്റിയാണ്, വൈജാത്യത്തെ പറ്റിയാണ്, വൈവിധ്യത്തെ പറ്റിയാണ്, നാടിൻ്റെ സംസ്കാരത്തെ, ലോകത്തിൻ്റെ സംസ്കാരത്തെ പറ്റിയാണ്. എല്ലാ ജനാധിപത്യ വ്യവസ്ഥകളെയും വിപ്ലവ വ്യവസ്ഥകളെയും അദ്ദേഹം അങ്ങേയറ്റം ബഹുമാനിച്ചു. പക്ഷേ ഹിറ്റ്ലറെ അദ്ദേഹം ബഹുമാനിച്ചില്ല, മുസോളിനിയെ ബഹുമാനിച്ചില്ല, ജാപ്പനീസ് സ്വേച്ഛാധിപതിയായിരുന്ന ചോജോയെ അദ്ദേഹം ബഹുമാനിച്ചില്ല. ജനാധിപത്യ വ്യവസ്ഥയെ ബഹുമാനിച്ചു. ചൂഷണം ഇല്ലാതാക്കാൻ പൊട്ടിപ്പുറപ്പെട്ട എല്ലാ വിപ്ലവങ്ങളെയും അദ്ദേഹം പ്രത്യയശാസ്ത്ര വ്യത്യാസമില്ലാതെ അംഗീകരിച്ചു. അമേരിക്കൻ വിപ്ലവത്തെയും ഫ്രഞ്ച് വിപ്ലവത്തെയും നവീകരണത്തെയും വ്യാവസായിക വിപ്ലവത്തെയും റിനൈസൻസിനെ എല്ലാം അദ്ദേഹം അംഗീകരിച്ചു. റഷ്യൻ വിപ്ലവത്തെയും അംഗീകരിച്ചു. പക്ഷേ ഫാസിസത്തെ, ഏകാധിപത്യത്തെ, നാനാത്വത്തെ ഇല്ലാതാക്കുന്ന ബഹുസ്വരതയെ അംഗീകരിക്കാതെ ഒന്നിനെയും അദ്ദേഹം അംഗീകരിച്ചില്ല. ഇന്ത്യ എന്നാം പറയുമ്പോൾ, ഇന്ത്യക്കാരെന്നാം പറയുമ്പോൾ, നാം എല്ലാം ഇന്ത്യക്കാരാണെന്ന് പറയുമ്പോൾ നാം എല്ലാം ഇന്ത്യക്കാരാണെന്നാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇന്ത്യക്കാരനാണെന്നല്ല, നാം എല്ലാം, നമ്മൾ ഇന്ത്യക്കാരാണ്. അപ്പം നമ്മളുണ്ട്. ആ നമ്മൾ പല മതക്കാരാണ്, പല പ്രദേശക്കാരാണ്, പല ഭാഷക്കാരാണ്, പല വേഷക്കാരാണ്, പല ആചാരക്കാരാണ്. പല പല ചരിത്രപരമായ കൈവഴികളിൽ നിന്ന് വന്ന് ഭാരതമാകുന്ന ബൃഹത്തായ ഈ രാജ്യസമുദ്രത്തിൽ സമ്മേളിക്കുന്നവരാണ്. അതുകൊണ്ട് നെഹ്റുവിന് എന്തെല്ലാം ദൗർബല്യം ഉണ്ടായിരുന്നെങ്കിലും രാജ്യത്തെ അദ്ദേഹം സ്നേഹിക്കുകയും ജനം അദ്ദേഹം സ്നേഹിക്കുകയും ചെയ്തു. ഇതെല്ലാം വായിച്ചും പഠിച്ചും വളർന്ന ഇന്ദിരാഗാന്ധി സമയമായപ്പോൾ അത് മറന്നു. അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ച് ബഹുസ്വരതയെ മറന്നു, വിഭിന്ന അഭിപ്രായങ്ങളെ മറന്നു, എതിർക്കുന്ന എല്ലാ അഭിപ്രായങ്ങളും അടിച്ചമർത്താൻ ശ്രമിച്ചു. അതാണ് അവർക്ക് പറ്റിയ ഒരേ ഒരു ദൗർബല്യം. ആ ദൗർബല്യം ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ കണ്ടത് മാത്രമല്ല, ലോകം കണ്ട ഏറ്റവും ശക്തിയുള്ള ഒരു ഭരണാധികാരിയെ അവർ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുമായിരുന്നു. മറ്റെല്ലാ കഴിവുകൾക്കുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടിടത്ത് അവർക്കില്ലാതിരുന്ന വർഗീയതയും വംശീയവാദവും ഉള്ള മറ്റൊരു ഭരണാധികാരിയും വിജയിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നാനാത്വത്തിലെ ഏകത്വമാണ്, അതാണ് ഭാരതം. ഇവിടെ ചിലെല്ലാം വിദേശികളാണ് ചരിത്രപരമായെന്ന് പറയുന്നവരുണ്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല. ആരാണ് വിദേശികൾ, ആരാണ് സ്വദേശികൾ? ലോകത്ത് എവിടെയാണ് സംസ്കാരാദ്യം ഉണ്ടായത്? എവിടെയാണ് മനുഷ്യൻ ആദ്യമായി താമസിച്ചത്? മറ്റൊരു മനുഷ്യനില്ലായിരുന്നല്ലോ. അപ്പോൾ മനുഷ്യനില്ലാതിരുന്ന
സാംസ്കാരിക ജനപദങ്ങളുടെ കൂടിച്ചേരലിനും രൂപീകരണത്തിനും ഇടയാക്കിയത് ലോകത്തെ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അത് ഇന്ത്യയിലും ചൈനയിലും പശ്ചിമേഷ്യയിലും ഗ്രീസിലും കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഈജിപ്റ്റ് പോലെയുള്ള പഴയ സാംസ്കാരിക കേന്ദ്രങ്ങൾ അങ്ങനെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. ബാക്കി എങ്ങും മനുഷ്യനെ ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരു സംസ്കാരവും ഇല്ലാത്തവരായിരുന്നു. ഇവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സംസ്കാര സമ്പന്നരായ ജനങ്ങളുണ്ടായത് മറ്റ് സ്ഥലങ്ങളിൽ അങ്ങോട്ട് വ്യാപരിച്ചത് കൊണ്ടല്ല. അതുകൊണ്ട് അവരെല്ലാം വിദേശികളാണെന്ന് പറയാൻ പറ്റുമോ? മനുഷ്യന് രാജ്യമേ ഇല്ലായിരുന്നു ഒരു കാലത്ത്, മതമേ ഇല്ലായിരുന്നു, ജാതി ഒട്ടുമില്ല. മതം ഉണ്ടായിക്കഴിഞ്ഞാൽ ജാതി ഉണ്ടാവുന്നത്. മനുഷ്യനെ സ്വന്തമെന്ന് പറയാവുന്ന ഒന്നുമില്ല, എല്ലാം മനുഷ്യരുടേതായിരുന്നു. പ്രപഞ്ചം മൊത്തം മനുഷ്യരുടേതായിരുന്നു. ഭരണകൂടമില്ലായിരുന്നു, വിലക്കുകളില്ലായിരുന്നു, ഭരണാധികാരി ഇല്ലായിരുന്നു. അങ്ങനത്തെ കാലം ഉണ്ടായിരുന്നു. മനുഷ്യൻ്റെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവും ബൗദ്ധികമായ വളർച്ചയുടെ ഭാഗമായിട്ടാണ് മനുഷ്യൻ പ്രത്യേകം സംഘടിക്കാനും ഗോത്രങ്ങളാവാനും രാജ്യങ്ങളാവാനും ഭരണകൂടങ്ങളാവാനും ഒക്കെയുള്ള ആ മാറ്റം സംസ്കാരത്തിൻ്റെ മാറ്റമാണ്, വളർച്ചയാണത്. അതുണ്ടായി ഏതോ ഒരു കാലത്ത്, വരാനിരിക്കുന്ന ഏതോ ഒരു കാലത്ത്, എത്രയോ വിദൂരമായ കാലത്തായിരിക്കും മനുഷ്യരെല്ലാം വീണ്ടും ലോകത്ത് യാതൊരു തരത്തിലുള്ള ഭിന്നതയും ഇല്ലാത്തവരായി മാറുമെന്നാണ്. ഒരു വേർതിരിവില്ലാത്തവരായി, ഒരു മതിലുകളുമില്ലാത്തവരായി ഈ പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള മക്കളായി മാറും, എല്ലാം ആസ്വദിച്ച് മാറുമെന്നാണ്. അത് ഉടനെ ഇല്ലെങ്കിലും ചരിത്രപരമായി നോക്കിയാൽ എന്തെങ്കിലും അത് ശരിയായി വരാം. കൃത്രിമമായി സംഘടിപ്പിച്ചതെല്ലാം സ്വാഭാവിക പരിണാമത്തെ അപ്രത്യക്ഷവും. അതിനൊക്കെ ഒരുപാട് കാലപരിധികളൊക്കെ ഉണ്ടാവും. ആ വിശാലമായ ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. നമ്മുടെ കയ്യിലുള്ള നമ്മുടെ മാത്രമല്ല, അത് മറ്റുള്ളവരുടേതും കൂടാണ്. പക്ഷേ അത് ആരും പിടിച്ചു പറിക്കാതിരിക്കുന്നത് നിയമവ്യവസ്ഥ കൊണ്ട് മാത്രമാണ്. ഒരുപാടുള്ളവരുടെ കയ്യിൽ നിന്ന് ഒന്നുമില്ലാത്തവൻ പിടിച്ചു പറിക്കാതിരിക്കുന്നത് നിയമബോധം കൊണ്ടാണ്, ഭരണഘടന കൊണ്ടാണ്, രാഷ്ട്രവ്യവസ്ഥ കൊണ്ടാണ്. അതുകൊണ്ട് ഒന്നുമില്ലാത്തവനെ ഇല്ലാതാക്കുക, അവർക്ക് എന്തെങ്കിലും ഉള്ളവരാക്കുക. അതാണ് ജനാധിപത്യ രാഷ്ട്രങ്ങൾ ചെയ്യുന്നത്. ഒന്നുമില്ലായ്മ എന്നുള്ള ബോധമുള്ളവരെ ഞങ്ങൾക്കൊന്നുമില്ല എന്ന ബോധമില്ലാതാക്കി ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഞങ്ങളുടേതായ ഒരു സ്ഥാനമുണ്ട്, ഒരു ചെറിയ പങ്കുണ്ട് എന്നതിലേക്ക് കൊണ്ടുവരണം. അതാണ് ജനാധിപത്യ ഭരണഘടനകൾ ചെയ്യുന്നത്. അപ്പോൾ സംഘർഷം കുറയും. ഇങ്ങനെയെല്ലാം ചിന്തിക്കുക എന്നുള്ളത് നാം വൈവിധ്യത്തെപ്പറ്റി പലതരക്കാരുണ്ട് എന്നുള്ള ആ ചിന്ത ഉണ്ടാകുമ്പോൾ മാത്രമാണ്. നമ്മുടെ രാജ്യം എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള രാജ്യമാണ്. ഇവിടുത്തെ ഒരു തരി മണലിനെ പോലും നമുക്ക് മറ്റൊരു തരിയിൽ നിന്നും മാറ്റാൻ കഴിയില്ല. അഭേദ്യമായ സമഞ്ജസമായ ചേരുവയാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ മഹത്തായിട്ടുള്ള വിജ്ഞാപനങ്ങൾ, പ്രതീകങ്ങൾ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട്. അതിനെപ്പറ്റി ബോധമുള്ള ആളുകൾ ആ ബോധം സ്വീകരിക്കാൻ ആഗ്രഹമുള്ളവരോട് പറയും. അധികാരം ഉപയോഗിച്ച് ആനു നിൽക്കുന്നവർ അവർ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും. അധികാരം കൊണ്ട് മനഃശാസ്ത്രപരമായ ആനന്ദം, മറ്റുള്ളവരെല്ലാം പീഡനം അനുഭവിക്കട്ടെ, മറ്റുള്ളവരെല്ലാം മാനസികമായി പീഡിപ്പിക്കപ്പെടട്ടെ, അധികാരം കൈയാളുന്നവരും അധികാരം കൈയാളുന്ന ഒത്തുനിൽക്കുന്നവരും മാത്രം ആനന്ദിക്കട്ടെ എന്നുള്ളത് മനഃശാസ്ത്രപരമായ ഫാസിസമാണത്. അത് രാഷ്ട്രീയവും ഭരണപരവുമായ ഫാസിസത്തിന് വഴിവെക്കും. ഒരു ഭരണാധികാരി സംസാരിക്കുമ്പോൾ അധികം കൈയും കാലും എടുക്കാൻ പാടില്ല, നല്ലതല്ല. ഒരു കേവല രാഷ്ട്രീയക്കാരനാവാം. ഒരു ഭരണാധികാരി സംസാരിക്കുമ്പോൾ ആവശ്യമായ അംഗചലനങ്ങൾ മാത്രമേ പാടുള്ളൂ. അതൊരു ഭരണാധികാരിയുടെ സവിശേഷവും ഗുണപരവും സംയുക്തികവുമായ ലക്ഷണമാണ്. പക്ഷേ ഞാൻ മറ്റുള്ളവരെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ നിലംപരിശാക്കി കളയും, ഞാൻ തവിട്ടുപൊടിയാക്കി കളയും എന്ന മട്ടി സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ജനങ്ങളുടെ
അങ്ങനെ ഒരാളെ ഭരണാധികാരിയാക്കിയ നാട്ടിലെ ജനങ്ങളുടെ ചിന്താഗതിയെപ്പറ്റി മറ്റുള്ള രാജ്യക്കാർ സംശയിക്കും. അതുകൊണ്ട് അധികാരത്തിൽ ഇരുന്ന് അഹങ്കരിക്കാതിരിക്കുക, ഒരുപാട് പ്രകടനങ്ങൾ നടത്താതിരിക്കുക. എന്തെങ്കിലും നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് പറയേണ്ടതായിരിക്കണം, അത് തിരിച്ചെടുക്കാൻ പാടില്ല. പിന്നീട് തിരിച്ചെടുക്കേണ്ടതൊന്നും പറയേണ്ട കാര്യമില്ല. പറയേണ്ടതായിരിക്കണം, അത് പറയേണ്ടതാണ്, പ്രയോജനം ഉണ്ടായിരിക്കണം. മർമ്മത്തടിക്കുക എന്ന് പറയും, ആ മർമ്മത്ത് തന്നെ അടിക്കണം. അത് ചിലപ്പോൾ ആവശ്യമായി വരും. ഇവിടെ നമ്മുടെ ഭാരതത്തിൽ മതപീഡനം നടക്കുകയാണ്. ഒരു കൂട്ടം വർഗീയവാദികൾ, ഫാസിസ്റ്റുകൾ അധികാരം ആസ്വദിച്ചുകൊണ്ടും അധികാരമില്ലാത്തപ്പോഴും ഞങ്ങൾ ഭൂരിപക്ഷമാണ് എന്ന ഹോക്കോടുകൂടി, യഥാർത്ഥ ഭൂരിപക്ഷമല്ല, മതപീഡനം നടത്തുകയാണ്. വാക്കുകൊണ്ടും നാക്കുകൊണ്ടും മാത്രമല്ല, പ്രവൃത്തി കൊണ്ട് നടത്തുകയാണ്. ഭാരതത്തിൽ അതിനെ അവിവേകികളെ പോലെ മറ്റുള്ളവർ തിരിച്ചടിക്കാത്തത് കൊണ്ടാണ് അതൊരു മതകലഹമായി മാറാതിരിക്കുന്നത്. അത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആരാണ് ഇന്ത്യയിൽ ആദ്യമായി വന്നത്, ആരാണ് ഒടുവിൽ വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഇവിടെ ഒടുവിൽ വന്നത് ബ്രിട്ടീഷുകാരും യൂറോപ്യന്മാരുമാണ്. അവരോട് വലിയ ബഹുമാനമാണ്, അവരുടെ ഭയങ്കര ബഹുമാനമാണ് അവരോട്. അവർ ഈ രാജ്യം വിട്ടു പോകണ്ട, അവരങ്ങോട്ട് ചെന്നോട് അവിടെ കാല് പിടിക്കാൻ, അവിടെ കാല് നക്കാനും തയ്യാറാണ്. പക്ഷേ ചരിത്രപരമായ ജനപദങ്ങളുടെ സഞ്ചാരവേളകളിലും പ്രയാണവേളകളിലും ഓരോരോ പ്രദേശങ്ങളിൽ സെറ്റിൽ ചെയ്ത് ആ നാടിൻ്റെ സംസ്കാരം പടുത്തുയർത്തിയതാണ് ജനങ്ങളുടെ സെറ്റിൽമെൻറ്റ് കൾച്ചർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒരൊറ്റ അമേരിക്കൻ പൗരനും യഥാർത്ഥ അമേരിക്കക്കാരനല്ല ഇപ്പോൾ. അവരെല്ലാം ഇംഗ്ലണ്ടിൽ നിന്ന് പോയവരാണ്. ഇപ്പോൾ സ്ഥാനമൊഴിയുന്ന ഒബാമ ആഫ്രിക്കയിൽ നിന്ന് വന്ന വംശക്കാരനാണ്, ആഫ്രിക്കൻ വംശജനാണ്, ആഫ്രിക്കൻ നീഗ്രോ ആണ് അയാൾ. അയാളുടെ ഭാര്യ യൂറോപ്യൻ വംശജയായ ക്രിസ്ത്യാനിയാണ്. അയാൾ ആഫ്രിക്കൻ വംശജനാണ്. അയാൾ പ്രസിഡൻ്റായ വലിയ പ്രതീക്ഷയായിരുന്നു ലോകത്തിന്. കാരണം പീഡിപ്പിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട അടിമകളായിരുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ പ്രതിനിധി അമേരിക്കയുടെ പ്രസിഡൻ്റായപ്പോൾ ലോകം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒന്നും സംഭവിക്കില്ല. ഇങ്ങനെ കുന്നുകണക്കിന് കൂട്ടിവെച്ചിരിക്കുന്ന അണുബോംബുകളുടെ മീതെ ആരിരുന്നാലും, അതിൻ്റെ കാവൽക്കാരനായി ആരിരുന്നാലും ആളുകളെ കൊല്ലിക്കുക എന്നുള്ളതല്ല, അത് ഒരു ധർമ്മവും നിർവഹിക്കാനില്ല. ഈ ആയുധത്തിൻ്റെ മുകളിലിരിക്കുന്ന ഏതൊരാളിനും കൊല്ലിക്കുക എന്നുള്ളതേ ഉള്ളൂ. കൊല്ലിക്കുകയല്ലോ നിനക്ക് രസമിടോ എന്ന് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിനക്കതാണ് രസം, കൊല്ലിക്കലാണ്. അതാണ് അമേരിക്കൻ പ്രസിഡന്റ് ചെയ്യുന്നത്. ഒബാമയല്ല ആ സ്ഥാനത്ത് ആരിരുന്നാലും, റിപ്പബ്ലിക്കനായാലും ഡെമോക്രാറ്റിക്, ഒരു വ്യത്യാസവും കാണാനില്ല. എന്തെങ്കിലും വ്യത്യാസം കാണിക്കുന്ന ഒരു പ്രസിഡന്റ് ഉണ്ടെങ്കിൽ അവരെ കൊന്നിരിക്കും അമേരിക്കയിലെ ഗുണ്ടകൾ. അതാണ് കെന്നഡിയെ കൊന്നത്. ചെറിയ വ്യത്യാസം കാണിക്കാൻ ശ്രമിച്ചു. നമ്മുടെ അനുഭവങ്ങളാണ്. അപ്പോൾ ആ സായിപ്പിനോട് വലിയ ബഹുമാനമാണ്. സായിപ്പ് എവിടെ നിന്നാണ് വന്നതെന്ന് ആരും ചോദിക്കുന്നില്ല. സായിപ്പ് സ്വന്തം നാട്ടിൽ ജീവിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ, തലപോകുമെന്ന് വന്നപ്പോൾ, ഇംഗ്ലണ്ടിലെ രാജാവ് തനിക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കാൻ ശ്രമിച്ചപ്പോൾ യൂറോപ്പിലെ രാജാക്കന്മാർ ആരെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കുന്ന പോപ്പായതിനാൽ അനുവാദം വാങ്ങാതെ വിവാഹം കഴിച്ചതുകൊണ്ട് രാജാവിനെ കത്തോലിക്ക പള്ളി ഡിസ്മിസ് ചെയ്യുകയാണ്. അദ്ദേഹത്തെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്, അവരുടെ ഭാഷയിൽ പറഞ്ഞ്. രാജാവ് വിട്ടില്ല. രാജാവ് കത്തോലിക്ക പള്ളിയെ നിരോധിച്ചു. ഇംഗ്ലണ്ടിൽ ഇനി കത്തോലിക്ക പള്ളിയില്ല. ഇംഗ്ലണ്ടിന് വേണ്ടി അദ്ദേഹം ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന പുതിയ മതവും ഉണ്ടാക്കുക. ആ മതമാണ് അവിടെയുള്ളത്. കത്തോലിക്ക പള്ളിക്ക് കാര്യമൊന്നുമല്ല. ഇംഗ്ലണ്ടിൽ 1000 കത്തോലിക്ക പുരോഹിതന്മാരെ കൊന്നു. കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പിനെ കൊല്ലാൻ പോയ രാജകിങ്കരന്മാരുടെ കഥ T.S. Eliot, നോബൽ സമ്മാന വിശുദ്ധമായ T.S. Eliot മർഡർ എന്ന കത്തിയിട്ടുള്ള നാടകത്തിൽ പറയുന്നുണ്ട്. ബിഷപ്പ് നല്ലവനാണ്, പക്ഷേ ബിഷപ്പ് കീഴടങ്ങണം.
കത്തോലിക്ക ബിഷപ്പ് കീഴടങ്ങണം. അതാണ് രാജശാസ്ത്രം. കിങ്കരന്മാർ ശരിയ 3 തവണ ചെന്നിട്ടും ബിഷപ്പ് സമ്മതിച്ചില്ല. 4ാമത്തെ തവണ കത്തീഡ്രലിൽ വെച്ച് ബിഷപ്പിനെ കൊല്ലുകയാണ്. അങ്ങനെ കിട്ടിയവരെ മുഴുവൻ കൊന്നു. കുറേ പേർ പലായനം ചെയ്തു. അങ്ങനെ കുറച്ച് പേർ ഒരു പായ്ക്കപ്പലിൽ കയറി എത്രയോ വർഷങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് ഒരുപാട് പേര് മരിച്ച് അവസാനം അവശേഷിച്ചവർ ചെന്ന് അമേരിക്കയിൽ ചെന്ന് അവർ കെട്ടിപ്പടുത്തതാണ് 13 കോളനികൾ. അതിൻ്റെ ഫെഡറേഷനാണ് എബ്രഹാം ലിങ്കൺ അമേരിക്ക USA ആയി പ്രഖ്യാപിച്ചത്. അതിൻ്റെ ഭരണഘടനയാണ് പിന്നീട് പ്രഖ്യാപിച്ചത്. അമേരിക്കയിലെ ഒറിജിനൽ യഥാർത്ഥ വംശജരായ റെഡിനസിനെ ഒന്നുകിൽ കൊന്നൊടുക്കിയാലെ കാടുകളിലേക്ക് പറഞ്ഞു. അവരൊന്നും അമേരിക്കൻ നഗരങ്ങളിലേക്കോ നാടുകളിലേക്കോ വരാൻ പാടില്ല. അവരെല്ലാം വേറെ സെറ്റിൽമെൻ്റാണ്, കാണാൻ പോലും പറ്റില്ല അവരെ. ഇതേപ്പറ്റിയൊന്നും ഈ രാജ്യത്തെ വർഗീയവാദിക്കൊന്നും പറയാനില്ല. ഇത്തരം ക്രൂരകൃത്യങ്ങളെപ്പറ്റി സംസാരിക്കാനില്ല. സാമ്രാജ്യത്തിൻ്റെ അധികാരത്തിൽ ഭ്രമിച്ച് അവിടെ സൗഹാർദ്ദകരം നീട്ടിയാൽ അത് സന്തോഷമാണെന്ന് കരുതി നമ്മുടെ രാജ്യത്ത് ഏകപക്ഷീയമായ വംശീയ മേധാവിത്വത്തെപ്പറ്റി നടക്കാനിടയില്ലാത്ത സ്വപ്നങ്ങളുമായി കിട്ടിയ അധികാരം ഉപദ്രവം നടത്തുകയാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ലോകത്തെപ്പറ്റി പറയാനുണ്ട്. ഇവിടെ ഖുർആൻ്റെ ശബ്ദം ഇന്ത്യയെ സംഗീത സാന്ദ്രമാക്കുകയും ആത്മാവിനെ പരിപോഷിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ സംസ്കാരത്തെ അവിഛിന്നമായി സംഘടിപ്പിച്ചതിൽ, അനർഗളമായി ഒഴുക്കുന്നതിൽ, അവിരാമമായി അത് മുന്നോട്ട് പോകുന്നതിൽ ഏറ്റവും വലിയ സംഭാവന ചെയ്ത മഹത്തായ പുണ്യ ഉപദേശങ്ങളുടെ സംഹിതയാണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളും അതുകൊണ്ട് ഇന്ത്യയെ പ്രത്യേകിച്ചും. അതിനെ ഇല്ലാതാക്കാൻ ആർക്കും സാധ്യമല്ല. മനുഷ്യ ഹൃദയങ്ങളിൽ അവിരാമമായി വന്ന് ഉറവെടുക്കുന്ന സംഗീതം നമുക്ക് പാടാൻ കഴിഞ്ഞൊന്നും വരില്ല, പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ അതുണ്ട്. ആ സംഗീതത്തിൻ്റെ ഉറവകളെ ഇല്ലാതാക്കാൻ ഒരു ഫാസിസ്റ്റിനും കഴിയില്ല, ഒരു വാളിനും കഴിയില്ല. ഒരാൾ മരിച്ചാൽ അടുത്തയാളുടെ ഹൃദയത്തിൽ അതുണ്ടാവും. അതാണ് മനുഷ്യസ്നേഹമാകുന്ന സംഗീതമെന്ന് പറയുന്നത്. അതിൻ്റെ നാനാർത്ഥങ്ങളാണ്, മനുഷ്യനെ സ്നേഹിക്കേണ്ടതിന് നാനാർത്ഥങ്ങളാണ് ഖുർആൻ പറയുന്നത്. ഖുർആൻ്റെ ഏറ്റവും വലിയ സവിശേഷത അത് മനുഷ്യ ജീവിതത്തെ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ്. പട്ടിണി കിടക്കുന്ന ഒറ്റയാൾ പോലും ഉണ്ടാവരുത്. സമ്പന്നൻ്റെ കയ്യിലുള്ളത് ഇല്ലാത്തവന് വേണ്ടി കൊടുക്കണം. ദൈനംദിനം കൊടുക്കാൻ മറന്നു പോകുന്ന 1 വർഷത്തിൽ ഒരിക്കൽ കൊടുക്കുക. അതിന് പ്രത്യേക ഒരു ചടങ്ങ് തന്നെ വെക്കുകയാണ്, ഒരു പ്രത്യേക ദിനം തന്നെ തിരഞ്ഞെടുക്കുകയാണ്. എല്ലാ ദിവസവും കൊടുത്താൽ നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന പാപങ്ങളെല്ലാം അവസാനം ആത്മാർത്ഥമായി 1 വർഷത്തിൽ ഒരിക്കൽ നിങ്ങൾ എല്ലാ വർഷവും നിങ്ങൾ കൊടുക്കുക. പട്ടിണി കിടക്കുന്നവനെ ഓർത്തു. കാരണം വിശപ്പ് വിപ്ലവമാണ്, സാമൂഹ്യ സംഘർഷമുണ്ടാക്കും. അതുകൊണ്ട് വിശപ്പില്ലാതാക്കേണ്ടതായിട്ടുണ്ട്, ഭക്ഷണം കൊടുക്കേണ്ടതായിട്ടുണ്ട്, രോഗികളെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്, സ്വാന്തനം കൊടുക്കേണ്ടതായിട്ടുണ്ട്. എല്ലാറ്റിനും മീതെയാണ് സ്ത്രീ. എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളുടെയും മുകളിലാണ് സ്ത്രീ. ഒരു മാതാവിൻ്റെ പരിശുദ്ധമായ കാൽപാദങ്ങൾക്കടിയിലാണ് സ്വർഗം. അതിനൊക്കെ വലിയൊരു സങ്കല്പം എന്താ ഉള്ളത്? ലോകത്ത് സങ്കല്പം ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ഖുർആനിൽ വിളയുന്ന ആശയങ്ങളാണ്. സ്ത്രീകളുടെ പരിരക്ഷ പ്രധാനപ്പെട്ട കാര്യമാണ്. കലാപങ്ങളുണ്ടായി, യുദ്ധങ്ങളുണ്ടായി, പുരുഷന്മാർ ഭൂരിപക്ഷവും മരിച്ചുപോയാൽ, വീട്ടിലേക്ക് സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചാൽ ആ സ്ത്രീകളെ ആരും സംരക്ഷിക്കും? ആ കാലത്തിന് പറ്റിയ സംരക്ഷണങ്ങൾ ഏർപ്പാട്. എല്ലാ കാലത്തും അത് വേണമെന്നാരും പറഞ്ഞിട്ടില്ല. ആ കാലത്തിന് പറ്റിയത്. അതിൻ്റെ പേരിൽ അപകീർത്തിപ്പെടുത്തലുകളാണ്. അത് ചരിത്രത്തെ തരതിരിച്ചു വായിക്കുന്ന അജ്ഞാനികൾ പറയുന്നതാണ്. അർത്ഥമില്ലാത്ത കാര്യമാണ്. ഇന്നത് ആവശ്യമില്ലായിരിക്കും. ഇന്ന് നമ്മുടെ യുദ്ധമൊന്നുമില്ല. അപ്പോൾ സ്ത്രീകളുടെ സുരക്ഷ ഇന്ന് ഏറ്റവും പ്രധാനം. കേരളത്തിൽ ഇനി സ്ത്രീ സുരക്ഷയല്ലേ ചർച്ചാ വിഷയം. 10400 വർഷക്കാലം മുമ്പ് മഹാനായ പ്രവാചകൻ അതേപ്പറ്റി പറഞ്ഞു. കുഞ്ഞുങ്ങളെപ്പറ്റി പറഞ്ഞു, എല്ലാറ്റിനെ പറ്റി പറഞ്ഞു, ഇതിനെപ്പറ്റി പ്രകൃതിയെപ്പറ്റി പറഞ്ഞു, പരിസ്ഥിതി സംരക്ഷണത്തെപ്പറ്റി പറഞ്ഞു. എപ്പോഴാണ് യുദ്ധം വേണ്ടത്, എപ്പോഴാണ് യുദ്ധം വേണ്ടാത്തത്? യുദ്ധം ആവശ്യമുള്ള യുദ്ധം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് അനീതിയുടെ വാളേന്തിയവരെ പരാജയപ്പെടുത്താനാണ്. നീതിമാൻ വാളേന്തുന്നത് അനീതിയുടെ വാളേന്തിയവരെ പരാജയപ്പെടുത്താൻ. ലോകചരിത്രം ഉള്ള കാലത്തോളം അതുണ്ടാവും. അനീതിയുടെ വാളുള്ള കാലത്തോളം നീതിമാൻ്റെ വാൾ ഉയരുക തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ അനീതിയുടെ വാൾ എല്ലാവരെയും ഇല്ലാതാക്കും. അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല.
സമയബന്ധിതമാണ്, എനിക്ക് തിരുവനന്തപുരത്ത് പോകണം. ഞാൻ ദുഃഖിപ്പിക്കുന്നില്ല. മഹത്തായിട്ടുള്ള ഈ സൗഹൃദ സംഗമം, ഖുറാൻ ഹദീത്ത് ലേണിംഗ് സ്കൂൾ ബന്ധപ്പെട്ട ഈ സംസ്ഥാന സംഗമത്തിൽ എത്തിച്ചേരാനും നിങ്ങളെയെല്ലാം കാണാനും ഏതാനും വാക്കുകൾ നിങ്ങളോട് സംസാരിക്കാനും അവസരം കിട്ടിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അതിനിടയാക്കിയ ISM കേരള മുജാഹിദ് സെൻറ്ററിനോടും ഭാരവാഹികളോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.